അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 13-ാം നൂറ്റാണ്ടിൽ ഡൽഹി കേന്ദ്രീകരിച്ച ആത്മീയ നവോത്ഥാനത്തിൻ്റെ ചെങ്കോലേന്തിയവരായിരുന്നു മെഹബൂബെ ഇലാഹി ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ എന്നവർ. സകല സദ്ഗുണങ്ങൾക്കും മറ്റെല്ലാ വിശേഷണങ്ങൾക്കും ഉടമയായ മഹാനുഭാവൻ ക്രിസ്താബ്ദം 1238 ഉത്തർപ്രദേശിലെ ബുധൻ ഗ്രാമത്തിൽ ജനിച്ചു. 5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന പിതാവ് അഹമ്മദ് ബിൻ അലി എന്നവർ വഫാത്താവുകയുണ്ടായി. പിന്നീട് ഏറെ പാടുപെട്ടായിരുന്നു നിസാമുദ്ദീൻ ഔലിയ തങ്ങളുടെ മാതാവ് തങ്ങളെ പഠിപ്പിച്ചതും തങ്ങളെ പോറ്റി വളർത്തിയതും. തുടർന്ന് അന്നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന മൗലാന അലാവുദ്ദീൻ ഉലൂസിയുടെ പള്ളിക്കൂടത്തിലേക്ക് പ്രാഥമിക പഠനത്തിനായി ഔലിയ തങ്ങളെ ചേർത്തു. ശേഷം അവിടുത്തെ പഠനശേഷം അന്നാട്ടിലെ പണ്ഡിതന്മാരുടെയും സൂഫികളുടെയും സാന്നിധ്യത്തിൽ ബിരുദ പൂർത്തീകരണത്തിൻ്റെ ചിഹ്നമായ തലപ്പാവ് അണിയിച്ചു. സമ്പത്തിൽ പരമദരിദ്രനായിരുന്നു നിസാമുദ്ദീൻ ഔലിയ തങ്ങൾ. 12 വയസ്സാകുമ്പോൾ മൗലാന അബൂബക്കർ ഖവ്വാലിയുടെ ശിഷ്യത്വം തേടാൻ വേണ്ടി അവിടേക്ക് യാത്ര തിരിച്ചു. പിന്നീട് 16-ാം വയസ്സിൽ ബുധോനിൽ നിന്നും ഡൽഹിയിലേക്ക്, ബുധോനിൽ നിന്നും ശിഷ്യത്വം തേടിക്കഴിഞ്ഞ ഈ ഡൽഹിയിലേക്ക് ഒരു യാത്ര എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് നിസാമുദ്ദീൻ ഔലിയ തങ്ങൾ പുറപ്പെടുകയാണ്. കുത്തുബ് മിനാറിന് അടുത്തുള്ള കൂവത്തിൽ ഇസ്ലാം പള്ളിയിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഇൽതുമിഷിന്റെ പൗത്രൻ നിസാമുദ്ദീൻ മഹ്മൂദിന്റെ തലത്തിലെ മതകാര്യ തലവനായിരുന്ന മൗലാന ഷംസുദ്ദീൻ ഖവാറസ്മിയുടെ ശിഷ്യത്വം തേടി. അങ്ങനെ കുറച്ചു കാലം അവിടെ മൗലാന ഷംസുദ്ദീൻ ഖവാറസ്മിയുടെ ശിഷ്യത്വം തേടി അവിടെ കഴിയുകയും ആ പ്രയാസത്തിൻ്റെ ആത്മജ്ഞാനം കൈപ്പറ്റിക്കൊണ്ട് ദീർഘകാലം അവിടെ കഴിച്ചുകൂടി. ചെറുപ്പത്തിൽ തന്നെ പ്രഭാഷണത്തിനും പഠനത്തിലും വലിയ കഴിവ് തെളിയിച്ച ഒരു പണ്ഡിതനായിരുന്നു നിസാമുദ്ദീൻ ഔലിയ, മെഹബൂബെ ഇലാഹി ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ. സമൂഹത്തിൽ നടക്കുന്ന ശിർക്കുപരമായുള്ള പല കാര്യങ്ങളെയും, തെറ്റായുള്ള പലതിനെയും ആ തെറ്റിനെ തിരുത്തി തർക്കിച്ചു കൊണ്ടിരുന്ന ഒരു മഹാനായിരുന്നു നിസാമുദ്ദീൻ ഔലിയ. അതുകൊണ്ട് തന്നെ മഹ്ഫിൽ ഷിക്കാൻ, തർക്കങ്ങളെ തർക്കിക്കുന്നവൻ എന്ന അപരനാമവും ഔലിയ തങ്ങൾക്ക് ഉണ്ട്. ഡൽഹി പഠനകാലം മാതാവ് മരണപ്പെടുകയുണ്ടായി. തുടർന്ന് മാതാവ് മരണപ്പെട്ട് ഏകനായ നിസാമുദ്ദീൻ ഔലിയ തങ്ങൾ അവിടെ നിന്ന് അയോധ്യയിലേക്ക് ഖാജ ഫരീദുദ്ദീൻ ഔലിയ തങ്ങളുടെ അടുത്തേക്ക് പോയി. ഒരിക്കൽ ഖാജ ഫരീദുദ്ദീൻ ഔലിയ തങ്ങളവർകളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ മനഃപ്പാഠമാക്കുക. ഖുർആൻ മനഃപ്പാഠമാക്കിയ ശേഷം അന്ന് ഇന്ത്യയുടെ നാമമായിരുന്ന ഖിലാഫത്ത് നാമ ഖാജ ഫരീദുദ്ദീൻ ഔലിയ തങ്ങൾ പിന്നീട് അത് നിസാമുദ്ദീൻ ഔലിയയിലേക്ക് കൈമാറി. തുടർന്ന് പ്രബോധനത്തിൻ്റെ ആവശ്യാർത്ഥം ഖാജ ഫരീദുദ്ദീൻ ഔലിയ നിസാമുദ്ദീൻ ഔലിയാക്ക്
പ്രാർത്ഥന നടത്തുകയും അവിടെ നിന്ന് ഡൽഹി വിട്ട് പോവുകയാണ്. അന്ന് ഡൽഹിയിൽ താമസിച്ചിരുന്ന സമയത്ത് വീടോ മറ്റ് നിൽക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ധാരാളം കഷ്ടപ്പെട്ട വാടക വീടുകളിലും തൻ്റെ ശിഷ്യന്മാരുടെ വീടുകളിലും കഴിഞ്ഞു. പ്രമുഖ കവിയായിരുന്ന അമീർ ഖുസ്രുവിൻ്റെ കുടുംബക്കാരൻ്റെ വീട്ടിലടക്കം നിന്നിട്ടുണ്ടോ. ഹിജ്റ ക്രിസ്താബ്ദം 1265 ഖാജ ഫരീദുദ്ദീൻ ഔലിയ വഫാത്താവുകയുണ്ടായി. 300-400 റക്അത്തുകൾ 80 വയസ്സ് പ്രായം എത്തി നിൽക്കുന്ന സമയത്തും ഖാജ ഫരീദുദ്ദീൻ നിത്യമായി നിസ്കരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വപ്നത്തിൽ ദർശനമുണ്ടാവുകയും അവിടെ നിന്ന് പറഞ്ഞു, നിസാം, നിങ്ങൾ എപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്? തുടർന്ന് നിസാമുദ്ദീൻ ഔലിയ തങ്ങൾ രോഗിയാവുകയും ക്രിസ്താബ്ദം 1325 റബീഉൽ ആഖിർ 18 വെള്ളിയാഴ്ച രാവിലെ ഖാജ ഫരീദുദ്ദീൻ നിസാമുദ്ദീൻ ഔലിയ തങ്ങൾ വഫാത്താവുകയുണ്ടായി. ഖബർ മസ്ജിദുൽ കിഞ്ചിയിലാണ് നിലകൊള്ളുന്നത്. ആ സ്ഥാനത്ത് ഇപ്പോഴും ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അജ്മീർ കഴിഞ്ഞാൽ ഏറ്റവും ആളുകൾ സന്ദർശിക്കുന്നത് നിസാമുദ്ദീൻ ദർഗയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.